മോഹൻലാൽ ജോഷി കൂട്ടുകെട്ടിൽ 2012 പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രം റൺ ബേബി റൺ വീണ്ടും റിലീസ് ചെയ്യുമ്പോൾ തിയേറ്ററുകളിൽ പ്രതീക്ഷിച്ച തിരക്ക് അനുഭവപ്പെടുന്നില്ല. മലയാള സിനിമയിൽ അടുത്ത കാലത്തായി കണ്ടുവരുന്ന വലിയൊരു പ്രവണതയാണ് പഴയ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ റീ-റിലീസ്. സ്ഫടികം, മണിച്ചിത്രത്താഴ് തുടങ്ങിയ ചിത്രങ്ങൾ വൻ ജനപങ്കാളിത്തത്തോടെ തിയേറ്ററുകളിൽ ആഘോഷിക്കപ്പെട്ടപ്പോൾ മോഹൻലാലിൻ്റെ തന്നെ ഹിറ്റ് ചിത്രമായ റൺ ബേബി റൺ പുനഃപ്രക്ഷേപണത്തിന് എത്തിയപ്പോൾ തിയേറ്ററുകൾ ഒഴിഞ്ഞുകിടക്കുന്നത് സിനിമാ ലോകത്ത് ചർച്ചയാകുന്നു. ഒരു സിനിമ റീ-റിലീസ് ചെയ്യുമ്പോൾ അത് വിജയിക്കണമെങ്കിൽ പ്രേക്ഷകരിൽ വലിയൊരു വിഭാഗത്തിന് ആ സിനിമയോട് വൈകാരികമായ ഒരു അടുപ്പം ഉണ്ടാവണം. സ്ഫടികം പോലുള്ള സിനിമകൾ ഒരു കാലഘട്ടത്തിൻ്റെ അടയാളമായിരുന്നു. എന്നാൽ 2012 പുറത്തിറങ്ങിയ റൺ ബേബി റൺ താരതമ്യേന പുതിയ സിനിമയാണ്. ടെലിവിഷൻ ചാനലുകളിലും OTT പ്ലാറ്റ്ഫോമുകളിലും ഈ ചിത്രം നിരന്തരമായി ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു തുക മുടക്കി തിയേറ്ററിൽ പോയി വീണ്ടും കാണുവാനുള്ള ഒരു നൊസ്റ്റാൾജിയ ഈ ചിത്രത്തിന് പ്രേക്ഷകരിൽ ഉണർത്തുന്നുണ്ടാവില്ല. പഴയ സിനിമകൾ റീ-റിലീസ് ചെയ്യുമ്പോൾ 4K അറ്റ്മോസ് സാങ്കേതിക വിദ്യയിലേക്ക് അവ മാറ്റുന്നുണ്ട്. ഇത് പ്രേക്ഷകർക്ക് ഒരു പുതിയ അനുഭവം നൽകുന്നു. എന്നാൽ റൺ ബേബി റൺ പോലുള്ള സിനിമകളിൽ ദൃശ്യപരമായും സാങ്കേതികമായും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കില്ല. പ്രേക്ഷകർ ഇതിനോടകം തന്നെ ഹൈ ഡെഫിനിഷനിൽ കണ്ടു ശീലിച്ച ഒരു സിനിമയായതിനാൽ തിയേറ്റർ അനുഭവം വലിയൊരു വിസ്മയമായും അവർക്ക് തോന്നുന്നുണ്ടാവില്ല. മലയാള സിനിമയിൽ ഇപ്പോൾ റീ-റിലീസുകളുടെ ഒരു പ്രളയമാണ്. എല്ലാ ആഴ്ചയും പഴയ ഹിറ്റുകൾ തിയേറ്ററിലെത്തുന്നുണ്ട്. ഇത് പ്രേക്ഷകരിൽ ഒരു തരം മടുപ്പുണ്ടാക്കാം. ഏത് സിനിമ കാണണം, ഏത് സിനിമ കാണണ്ട എന്ന് പ്രേക്ഷകർ തീരുമാനിക്കുന്നത് ആ സിനിമയുടെ ഐക്കോണിക് പദവി നോക്കിയാണ്. ഒരു കാര്യത്തിൽ റൺ ബേബി റൺ ഒരു നല്ല എൻ്റർടൈനർ ആണെങ്കിലും ഒരു കൾട്ട് ക്ലാസിക് പദവിയിലേക്ക് ഉയർന്നിട്ടില്ല എന്ന് തന്നെ ഇത് ഒരു വസ്തുതയാകുന്നു. നിലവിൽ തിയേറ്ററുകളിൽ മികച്ച നിലവാരമുള്ള പുതിയ സിനിമകൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. യുവതലമുറയും കുടുംബങ്ങളും സ്വാഭാവികമായും പുതിയ കഥകൾക്കും അനുഭവങ്ങൾക്കുമാണ് മുൻഗണന നൽകുന്നത്. ഒരു ശരാശരി സിനിമാ പ്രേമിയെ സംബന്ധിച്ചിടത്തോളം ഇതിനോടകം പലതവണ TV-യിൽ കണ്ട ഒരു സിനിമ വീണ്ടും കാണുന്നതിനേക്കാൾ താല്പര്യം പുതിയ റിലീസുകളോട് ആയിരിക്കാം. സൂപ്പർ താര ചിത്രങ്ങൾ വീണ്ടും റിലീസ് ചെയ്യുന്നത് ആരാധകർക്ക് ആവേശം പകരുന്ന ഒന്നാണെന്നിരിക്കലും എല്ലാ സിനിമകളും തിയേറ്ററിൽ വിജയിക്കണം എന്നൊന്നുമില്ല. റൺ ബേബി റൺ എന്ന സിനിമ മോഹൻലാലിൻ്റെ കരിയറിലെ മികച്ച വിജയങ്ങളിൽ ഒന്നാണെങ്കിലും കാലത്തെ അതിജീവിച്ച ഒരു വിസ്മയമായി അത് മാറിയിട്ടുണ്ടോ എന്നത് സംശയമാകുന്നു. കൃത്യമായ പ്രൊമോഷൻ്റെ കുറവും പ്രേക്ഷകരുടെ താൽപ്പര്യങ്ങളിൽ വന്ന മാറ്റവുമാണ് തിയേറ്ററുകളിൽ ആളില്ലാത്ത അവസ്ഥയ്ക്ക് കാരണമായി ചൂണ്ടിക്കാട്ടുവാൻ കഴിയുന്നത്. സിനിമകളുടെ റീ-റിലീസ് ഒരു ട്രെൻഡാകുമ്പോൾ ഏത് സിനിമ തിരഞ്ഞെടുക്കണം എന്നതിൽ നിർമ്മാതാക്കൾ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതും ഉണ്ട്.